ഈ ഘട്ടം നമ്മുടെ കുടുംബങ്ങളിൽ നല്ലൊരു ഭാഗം വലിയ തോതിൽ ഉത്കണ്ഠയിൽ കഴിയുന്ന ഒരു ഘട്ടമാണ്. കേരളത്തിലെ നല്ലൊരു ഭാഗം കുടുംബങ്ങൾ നല്ല ഉത്കണ്ഠയിലാണിപ്പോൾ. മകനും മകളും അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും ഒക്കെയായിട്ടുള്ളവർ നമ്മുടെ നാടിന് പുറത്ത്, രാജ്യത്തിന് പുറത്ത്, പ്രത്യേകിച്ച് ഗൾഫിൽ ലക്ഷക്കണക്കിലാണ് കഴിയുന്നത്. കേരളത്തിലെ ഏതൊരു കുടുംബത്തെ എടുത്താലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവാസി ബന്ധം ആ കുടുംബത്തിനുണ്ടാവും. അവരെല്ലാം സാധാരണ ഒരു നാടൻ ചൊല്ലില്ലേ, തീ തിന്ന് കഴിയാൻ, ആ തരത്തിലുള്ള പ്രയാസത്തിലാണിപ്പോൾ. എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയിലാണ് എല്ലാവരും കഴിയുന്നത്. ഇതിന് ഇടയാക്കിയത് ഇപ്പോൾ ഉയർന്നു വന്ന യുദ്ധ സാഹചര്യമാണ്. ആ യുദ്ധത്തിന്, ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് അമേരിക്കൻ സാമ്രാജ്യത്വവും ഇസ്രയേലുമാണ്. ഇസ്രയേല് അമേരിക്കയുടെ പിന്തുണയോടെയാണ് എല്ലാവിധ അതിക്രമങ്ങളും ലോകത്ത് കാണിക്കുന്നത്. ഇപ്പോ ഉണ്ടായ കാര്യം ഒരു തരത്തിലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. നമ്മുടെ ലോകത്ത് രാജ്യങ്ങൾ തമ്മിൽ പാലിക്കേണ്ട മര്യാദയുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ രാജ്യങ്ങൾ എപ്പോഴും അത് പാലിക്കാറുണ്ട്. ഐക്യരാഷ്ട്രസഭ ഇത്തരം കാര്യങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കാനുള്ള രീതിയാണ്. പക്ഷേ ഒരു കാട്ടുനീതി എന്നല്ല, വന്യമൃഗനീതി ഇവിടെ വന്നിരിക്കുന്നു. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. നമ്മുടെ വന്യമൃഗങ്ങളുടെ ഇടയിൽ അത്തരമൊരു രീതിയുണ്ട്. ഒരു ഏറിയ ഒരാൾക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ അവിടെ മറ്റൊരാളുണ്ടായാൽ അയാളെ ആക്രമിച്ച് ആ ആക്രമണത്തിൽ ആരാണോ വിജയിക്കുന്നത് അയാളാണ് അവിടെ തുടരുക, മറ്റേയാൾ അവിടെ വിട്ടുപോകും. നമ്മുടെ നാട്ടിലെത്തിപ്പെടുന്ന കടുവകളിൽ ചിലതൊക്കെ ആ ഗണത്തിൽപ്പെട്ടതാണെന്ന് നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർക്ക് മാരകമായ പരിക്കുണ്ടാവും മറ്റേ കടുവ ആക്രമിച്ചതിന്റെ ഭാഗമായി. പിന്നെ പിടികൂടുമ്പോൾ പെട്ടെന്നത് മരണപ്പെടുകയാണ്. പിടികൂടുമ്പോൾ ഉള്ള പരിക്കല്ല, നേരത്തെയുള്ള പരിക്കിന്റെ ഭാഗമാണ്. ഇത് വന്യമൃഗനീതിയാണ്. നമ്മുടെ ലോകത്ത് അനേകം രാഷ്ട്രങ്ങളുണ്ട്. എല്ലാ രാഷ്ട്രങ്ങൾക്കും ഒരേ അഭിപ്രായമായിക്കൊള്ളണമെന്നില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളാകാം, വ്യത്യസ്ത നിലപാടുകളാകാം. പക്ഷേ അമേരിക്കൻ സാമ്രാജ്യത്വം സ്വീകരിക്കുന്ന നിലപാട് തങ്ങളുടെ കൂടെ നിൽക്കണം, തങ്ങൾക്ക് വിധേയമായിരിക്കണം, എല്ലാ കാര്യങ്ങളും തങ്ങൾക്ക് വിധേയമാക്കണം. ഇതാണ് അമേരിക്കൻ സാമ്രാജ്യത്വം സ്വീകരിക്കുന്ന നിലപാട്. ഇറാൻ വലിയ ചരിത്രമുള്ള ഒരു രാജ്യമാണ്. എല്ലാ കാലത്തും ഉറച്ച നിലപാടുകൾ സ്വീകരിച്ചു പോയിട്ടുണ്ട്. ഇറാനോട് അമേരിക്കക്ക് വിരോധം വരുന്നത് അമേരിക്കയുടെ പാവയായ ഷായുടെ ഭരണമായിരുന്നു അവിടെ നേരത്തെ ഉണ്ടായിരുന്നത്.
ആ ഷായുടെ ഭരണത്തിനെതിരെ വലിയൊരു ജനമുന്നേറ്റം നടന്നു. അത് താഴെ ഇറങ്ങേണ്ടി വന്നു. പകരം ഭരണ സംവിധാനം വന്നു. ആ സംവിധാനമാണ് ദശാബ്ദങ്ങളായി തുടർന്നത്. ഇത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ താല്പര്യത്തിനേറ്റ അടിയായിരുന്നു. ഒരു രാജ്യത്തിന്റെ കാര്യം ആ രാജ്യത്തിലെ ജനങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്. പക്ഷെ അമേരിക്ക അങ്ങനെയല്ല കണ്ടത്. ലോകത്തിലെ മൂന്നാമത്തെ എണ്ണ ഉൽപാദന രാഷ്ട്രമാണ് ഇറാൻ. അതുപോലെ തന്നെ പ്രകൃതിവാതകം കൊണ്ട് സമ്പന്നമാണ്. അത്തരമൊരു രാഷ്ട്രത്തിലെ എണ്ണയും അതോടൊപ്പം പ്രകൃതിവാതകവും തങ്ങൾക്ക് അധീനമാകണം. അതിന് അനുകൂലിച്ച ഷായെ പോലെ അമേരിക്കയുടെ പാവിയായിരുന്ന് ഇറാൻ മോളി എല്ലാറ്റിനും സമ്മതം കൊടുക്കാൻ ഇറാൻ തയ്യാറാകുന്നില്ല. ഇവിടെയാണ് ഇറാനുമായുള്ള കടുത്ത അഭിപ്രായ ഭിന്നത അമേരിക്കക്ക് തുടങ്ങുന്നത്. അവരുടെ താല്പര്യം വെച്ച് ഒരു രാഷ്ട്രത്തെ ആക്രമിക്കാമോ? ഒരു കാരണവുമില്ലാതെ ആക്രമിക്കുന്നത് അന്താരാഷ്ട്ര മര്യാദക്ക് ചേർന്നതാണ്. ഒരു കാലത്തും ലോകത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. പക്ഷേ പ്രത്യേകിച്ച് ഒരു പ്രകോപനവുമില്ലാതെ ആക്രമണം നടത്തുന്നു. ആ ആക്രമണത്തിൽ നേരെ ആ രാഷ്ട്രത്തിന്റെ പരമോന്നത പദവി വഹിക്കുന്ന ഖൊമേനിയെയും കുടുംബത്തെയും കൊല ചെയ്യുന്നു. തങ്ങളുടെ കയ്യിലുള്ള അത്യാധുനിക കഴിവ് ഇന്നയാള് ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അദ്ദേഹത്തെ വധിക്കുന്നതിനു വേണ്ടി സൂക്ഷ്മമായി അവിടത്തേക്ക് ആയുധമയക്കാനുള്ള കഴിവ്, അതാണ് അമേരിക്ക പ്രയോഗിച്ചത്. ഒരു രാജ്യത്തിന്റെ പരമോന്നത അധികാരിയെ ഈ തരത്തിൽ കൊലപ്പെടുത്തിയതിന് എന്ത് ന്യായീകരണമാണുള്ളത്? അമേരിക്ക അതിനോടൊപ്പം ചേർന്ന് ഇസ്രയേൽ പറയുന്ന ചില ന്യായീകരണങ്ങളുണ്ട്. അതിലൊന്ന് ആണവ ഭീഷണിയെക്കുറിച്ചാണ്. ആണവായുധങ്ങൾ ഇറാന്റെ കയ്യിലുണ്ട് എന്നാണ്. ഈ പറയുന്ന അമേരിക്കയുടെ കയ്യിലോ? ലോകത്ത് ഏറ്റവും അധികം ആണവായുധങ്ങളുള്ളത് അമേരിക്കയുടെ കയ്യിലാണ്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രമാണ് നിങ്ങളുടെ കയ്യിൽ ആണവായുധം പാടില്ല എന്ന് പറയുന്നത്. എന്ത് ന്യായമാണ് അതിനുള്ളത്? തങ്ങളുടെ കയ്യിലുള്ള ആണവായുധം ഉപേക്ഷിക്കാനോ ഏതെങ്കിലും ഒരു ഭാഗം വേണ്ടെന്ന് വെക്കാനോ ഇതേവരെ അമേരിക്ക സന്നദ്ധമായിട്ടുണ്ടോ? ആണവ പ്രശ്നത്തിൽ ഇറാനുമായി ചർച്ചകൾ നടത്തിയല്ലോ. അവിടെ നേരത്തെ നടന്ന യുദ്ധം, അതിന്റെ തുടർച്ചയായി ഒമാന്റെ മധ്യസ്ഥതയിലാണ് ചർച്ച നടന്നത്. ആ ചർച്ചയിൽ നല്ല പുരോഗതിയാണ് എന്ന് ഒമാൻ തന്നെ പ്രസ്താവിച്ചു. എല്ലാ കാര്യങ്ങളിലും നല്ല പുരോഗതിയാണ്, പരിഹാരത്തിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ആക്രമണം നടന്നതിന്റെ ദിവസങ്ങൾക്ക് മുൻപ് ഒമാൻ പ്രസ്താവിച്ചത്. പിന്നെ എന്ത് പ്രകോപനമാണ് ഉണ്ടായത് ഇത്തരമൊരു ആക്രമണം നടത്താൻ? ഇവിടെ അമേരിക്ക ഇറാന്റെ കയ്യിൽ വൻ ആയുധങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഇതേ ന്യായം പറഞ്ഞായിരുന്നല്ലോ
നേരത്തെ ഇറാഖിന് നേരെ ആക്രമണം നടത്തിയിരുന്നത്. ഇറാഖിന് നേരെ ആക്രമണം നടത്തുമ്പോൾ സദാം ഹുസൈനെ ഒരു ഭീകരനായി ആദ്യമേ തന്നെ ചിത്രീകരിക്കാൻ അമേരിക്ക കഴിഞ്ഞു. ലോകത്താകെ ആളുകൾ ഭയപ്പാടിലായി, അല്ലെങ്കിൽ അത്തരമൊരു ഭയം സൃഷ്ടിക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്വം നേതൃത്വം കൊടുത്തുകൊണ്ട് ലോകത്താകെയുള്ള മാധ്യമങ്ങൾക്കായി. എന്തായിരുന്നു പറഞ്ഞത്? ഇറാഖിന്റെ കയ്യിൽ വൻ രാസായുധങ്ങളുണ്ട്, ആ രാസായുധങ്ങൾ എപ്പോഴും പ്രയോഗിക്കാം. അപ്പോ എല്ലാവരും, ഇവിടെയുള്ളവരടക്കം, ഈ രാസായുധമോ മറ്റോ ഇവിടെ വന്ന് വീണാൽ നമ്മുടെ സ്ഥിതി എന്താകും എന്ന് ആലോചിക്കുന്നിടയായി. അപ്പൊ രാസായുധം പ്രയോഗിച്ചേക്കും എന്ന് സദാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സദാമിനെയും അവിടുത്തെ ഗവൺമെന്റിനെയും ഇല്ലാതാക്കാനുള്ള കളമൊരുക്കുകയായിരുന്നു. ആ സമയത്താണ് ഐക്യരാഷ്ട്രസഭയുടെ ഒരു വിദഗ്ധ സംഘം ഇറാഖ് സന്ദർശിച്ചത്. അവരെല്ലാ സ്ഥലങ്ങളും പരിശോധിച്ചു. അവർ പറഞ്ഞു, ആരോപിക്കപ്പെടുന്ന രീതിയിൽ ഒരു രാസായുധവും ഇറാഖിന്റെ കയ്യിലില്ല എന്ന്. ആര് വിലവെക്കുന്നതിന്? ആദ്യം അഴിച്ചുവിട്ട പ്രചരണം അവസാനിച്ചോ? ആ പ്രചരണത്തിന്റെ ഭാഗമായുള്ള കാര്യങ്ങളല്ലേ തുറന്നത്? അതല്ലേ കാണാൻ കഴിഞ്ഞത്? ഏറ്റവും നല്ല ഭരണ സംവിധാനം നിലനിന്ന ഒരു രാജ്യമായിരുന്നല്ലോ ഇറാഖ്. അതിനെ പൂർണ്ണമായി തകർത്ത് അതല്ലേ അമേരിക്ക നൽകിയ സംഭാവന. പക്ഷേ അന്നും ഇന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇറാഖിനെ കുറിച്ച് അന്ന് പ്രചരിപ്പിച്ചതുപോലെ ഇന്ന് അമേരിക്ക നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗമായി ലോകമാകെ ഇറാനെ പറ്റി ഭീതിയിലായിട്ടില്ല. ഇറാന്റെ കയ്യിലുള്ള ആയുധം ഇവിടെ വന്ന് വീഴുമെന്നുള്ള ആശങ്ക ലോകത്തിന്റെ ഒരു ഭാഗത്തും നിലനിൽക്കുന്നുമില്ല. എന്തുകൊണ്ട്? അതുകൊണ്ടാണ് അമേരിക്കയോടൊപ്പം നിൽക്കുന്ന അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങൾ ഈ യുദ്ധത്തിൽ അമേരിക്കയോടൊപ്പം പങ്കുചേരാത്തത്. ഇതില് ഇറാഖിനെതിരെ നേറ്റോവിന്റെ സഹായത്തോടെയായിരുന്നു ആക്രമണം. ഇന്ന് അമേരിക്കയും ഇസ്രയേലും മാത്രമാണ് ആക്രമണം നടത്തുന്നത്. പല രാഷ്ട്രങ്ങളും ഈ ആക്രമണത്തെ അപലപിച്ചു കഴിഞ്ഞു. അമേരിക്കയിൽ തന്നെ കടുത്ത വിമർശനം ഇതിനെ അപലപിക്കുന്ന നില തുറന്നു വരികയാണ്. എല്ലാ രീതിയിലും അമേരിക്ക കാണിച്ചത് അന്താരാഷ്ട്ര മര്യാദയുടെ ലംഘനമാണ് എന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ എന്തും ചെയ്യും എന്ന നിലയാണല്ലോ അമേരിക്ക സ്വീകരിക്കുന്നത്. ലോകത്ത് നല്ല രീതിയിൽ എണ്ണ കൈവശം വെച്ചിട്ടുള്ള എണ്ണയുള്ള രാഷ്ട്രമാണ് വെനിസ്വല. വെനിസ്വലയുടെ പ്രസിഡന്റിനെയും ഭാര്യയെയും വീട് ചവിട്ടി തുറന്ന് കസ്റ്റഡി എടുത്ത് കൊണ്ടുപോകുന്ന നിലയല്ലേ അമേരിക്ക സ്വീകരിച്ചത്? ഏതെങ്കിലും രാഷ്ട്രമര്യാദ ഇതിലുണ്ടോ? ആരാണ് അമേരിക്കയ്ക്ക് ഈ രീതിയിൽ അധികാരം കൊടുത്തിട്ടുള്ളത്? തങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, തങ്ങൾക്കെന്തും ചെയ്യാം. ആ ഹുങ്കോടെയാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നല്ല രീതിയിൽ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സർക്കാരുകൾ അധികാരത്തിൽ വന്നപ്പോഴൊക്കെ ആ സർക്കാരുകൾക്കെതിരെ തീർത്തും തെറ്റായ സമീപനം സ്വീകരിച്ച് അവയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ച അമേരിക്കയാണ് നാം കണ്ടിട്ടുള്ളത്. അമേരിക്കയുടെ നിലപാടുകൾ അഫ്ഗാനിസ്ഥാനില് നജീബിന്റെ ഭരണം നിലനിൽക്കുന്ന കാലത്ത്
അവിടെ നല്ല രീതിയിൽ ഭരണം നടന്നു പോവുകയായിരുന്നു. എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു ഭരണവ്യവസ്ഥയായിരുന്നു. അതിനെ അട്ടിമറിക്കാൻ താലിബാനെ സൃഷ്ടിച്ചത് അമേരിക്കയാണ്. അമേരിക്കയുടെ പിന്തുണയോടെയാണ് അവിടെ ഈ പറയുന്ന ഏറ്റവും നല്ല ഭരണാധികാരിയായിരുന്ന നജീബിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കുന്നത്. സാധാരണ മുസ്ലിം രീതി അനുസരിച്ച് ഒരു ശവം അതിനെ ബഹുമാനിക്കുന്ന നിലയാണ് സ്വീകരിക്കുക. ഇവിടെ അദ്ദേഹത്തിന്റെ ശവം പരസ്യമായി കെട്ടിത്തൂക്കുകയായിരുന്നു. പിന്നെ നാം കണ്ടത് എല്ലാ തരത്തിലുമുള്ള അതിക്രമങ്ങളാണ്. ഇറാനിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നൊരു ന്യായം അമേരിക്ക ഇടക്ക് പറയുന്നതായി കേട്ടു. നാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടരാണ്. എല്ലാവരുടെയും ആ സ്വാതന്ത്ര്യം വേണം. എന്നാൽ നാം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യമില്ലാത്ത സ്ത്രീകൾ അത് പല രാജ്യങ്ങളിലില്ലേ? ആ രാജ്യങ്ങളിൽ പലതിലും അമേരിക്കയുടെ പിന്തുണയില്ലേ? അവിടെയെല്ലാം അമേരിക്കയുടെ സാന്നിധ്യമില്ലേ? എന്തേ ഇറാനെ മാത്രം ആക്രമിക്കാൻ? അപ്പോ തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യം വെച്ചാണ് ഈ നടപടികൾ സ്വീകരിച്ചത്. ഇവിടെ നാം കാണേണ്ട കാര്യം, അമേരിക്കൻ സാമ്രാജ്യത്വം ഇത്തരത്തിലുള്ള നെറികേടുകൾ കാണിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സമീപനം എന്ത് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം വളരെ സമ്പന്നമായ ചരിത്രമുള്ള ഒരു രാജ്യമാണ്. നാം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി സ്വാതന്ത്ര്യം നേടി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാർ അധികാരത്തിൽ വന്നപ്പോ ഇവിടെ സ്വീകരിച്ചൊരു നിലപാടുണ്ട്. അത് സാമ്രാജ്യത്തിനെതിരായ സമീപനമായിരുന്നു. ചേരിചേരാ നയം, അതിന്റെ സത്ത സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു. മൂന്നാം ലോക രാഷ്ട്രങ്ങളോടൊപ്പമായിരുന്നു. ലോകത്ത് നടക്കുന്ന എല്ലാ സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭങ്ങളെയും സമരങ്ങളെയും പിന്താങ്ങുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഇവിടെ ആ പാരമ്പര്യം പിന്നീട് കോൺഗ്രസ് തന്നെ കളഞ്ഞു കുളിച്ചു എന്നുള്ളത് വേറൊരു കാര്യം. നരസിംഹറാവുവിന്റെ കാലം വന്നപ്പോ മാറ്റം വന്നു. ആ മാറ്റം അമേരിക്കയുമായി അടുക്കുന്നിടത്തേക്ക് എത്തി, ഇസ്രായേലിനെ അംഗീകരിക്കുന്നിടത്തേക്ക് എത്തി. അത് കഴിഞ്ഞ് BJPയുടെ കാലം വന്നപ്പോൾ കുറെ കൂടി തീവ്രമായി. ഇപ്പോ ലോകമാകെ ഇത്തരമൊരു ആക്രമണം കണ്ട് വിറങ്ങലിച്ചു നിൽക്കുമ്പോ ആ ആക്രമണത്തിൽ നേതൃത്വം കൊടുക്കുന്ന നെതന്യാഹുവിനെ കെട്ടിപ്പിടിക്കുന്ന നരേന്ദ്രമോദിയാണ് നാം കാണുന്നത്. അവർ രണ്ടും ഇരട്ടപ്പറ്റ സഹോദരങ്ങളാണ്. ഇസ്രയേലിലെ ഇന്നത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരും ഇവിടുത്തെ RSS രണ്ടും ഇരട്ടപ്പറ്റ സഹോദരങ്ങൾ. അതിന്റെ ഭാഗമായി ഇസ്രയേലിനെ പിന്താങ്ങുന്നു. അമേരിക്ക നടത്തിയ ആക്രമണത്തെ അപലപിക്കാൻ തയ്യാറില്ല. പരമ്പരാഗതമായി നമ്മുടെ രാഷ്ട്രവും ഇറാനും തമ്മിൽ വലിയ തോതിലുള്ള ബന്ധത്തിലാണ്. പരസ്പര ബന്ധം, ദൃഢമായ ബന്ധം. ആ ബന്ധമുള്ള രാഷ്ട്രത്തെ ഏകപക്ഷീയമായി ആക്രമിച്ചപ്പോൾ ആക്രമിക്കപ്പെട്ട രാഷ്ട്രത്തിനു വേണ്ടി ഒരക്ഷരം ഉരിയാടാൻ നമ്മുടെ പ്രധാനമന്ത്രിക്കാവുന്നില്ല. നമ്മുടെ രാജ്യം തീർത്തും മൗനം പാലിക്കുന്നു. ഇത് രാജ്യത്തിന് അവമാനമാണ്. RSSന് അഭിമാനമായിരിക്കും. കാരണം RSSന്റെ നയമതമാണ്. കോൺഗ്രസ് നേരത്തെ തുടങ്ങി വെച്ചതും അതാണ്. പക്ഷേ രാജ്യത്തിന് അവമാനമാണ്. ഇന്ത്യ ഉറച്ച സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം ചേരിചേരാ നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സ്വീകരിച്ച രാഷ്ട്രമാണ്. അവിടെയാണ് മാറ്റം വരുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിന് ഭൂഷണമായതല്ല.
ലോകമാകെ ഇതിന്റെ ഭാഗമായി അസ്വസ്ഥതകൾ പടരുകയാണ്. നമ്മുടെ ഗൾഫ് മേഖലയിലും അസ്വസ്ഥതകൾ പടരുന്നു. കാരണം അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഗൾഫിൽ പലയിടങ്ങളിലായിട്ടുണ്ട്. അതിന്റെ എല്ലാം ഭാഗമായുള്ള ഒട്ടേറെ അസ്വസ്ഥതകളാണ് വളർന്നു വരുന്നത്. എല്ലാവരും വലിയ ഉത്കണ്ഠയിൽ കഴിയുന്നു. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. അടിയന്തരമായി ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനാണ് ഐക്യരാഷ്ട്രസഭ. പക്ഷേ ഐക്യരാഷ്ട്രസഭയെ അംഗീകരിക്കാത്ത, ഫലത്തിൽ അംഗീകരിക്കാത്ത രാഷ്ട്രമാണ് അമേരിക്ക. തങ്ങളുടെ കയ്യൂക്കിലൂടെ കാര്യങ്ങൾ നിർവഹിക്കാനാണ് നോക്കുന്നത്.